നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് വളരെ ചെറിയൊരു റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ടൊരു ചമ്മന്തിയാണ്, വേപ്പില ചമ്മന്തി. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വേപ്പിലയാണ്. വേപ്പില എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. വളരെ ടേസ്റ്റിയുമാണ്, അതേസമയം ഹെൽത്തിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു പിടി കറിവേപ്പിലയുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. നന്നായിട്ട് ഇതൊന്ന് വാടി വരണം, അത്രയും മതി. ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങ് ഇറക്കി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള, ഞാനിപ്പം ഒരു 4 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ് 4 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞു പോകാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അതാ മുളക് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അതിങ്ങ് മാറ്റിയിട്ട് അതേ പാനിലേക്ക് തന്നെ ഒരു 6-7 കഷ്ണം ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തത് അതോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഒരുപാട് വാടി വരണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി നമ്മുടെ ഈ ഉള്ളി. ഇനി അതിലേക്ക് നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. വാളംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ വാടി വന്നിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് 1 കപ്പ് തേങ്ങയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുളക്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പുളി, ചെറിയ ഉള്ളി, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് ഇതുപോലെ അരച്ച് ഉരുട്ടിയെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് നല്ല കിടിലൻ ടേസ്റ്റിൽ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.